ഇനി നമുക്ക് പഴയൊരു സിനിമയായ ഒരു തിര പിന്നെയും തിര എന്ന സിനിമയുടെ കഥ നോക്കാം. കഥ തുടങ്ങുമ്പോൾ നമ്മുടെ കഥാപാത്രമായ ഗോപി സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. പിന്നീട് തൻ്റെ പെങ്ങളായ ലതയും കൂട്ടി ഓഫീസിലേക്ക് പോവുകയാണ്. ലതയെ കോളേജിൽ ഇറക്കി ഓഫീസിലെത്തുമ്പോൾ തൻ്റെ പുതിയ സെക്രട്ടറി തന്നെ നോക്കി ഞെട്ടുന്നത് ഗോപി കാണുന്നുണ്ട്. ഇതിനിടയ്ക്ക് ലത ഒരു ആളുമായി ഇഷ്ടത്തിലാവുകയും എന്നാൽ ആ ആൾ നമ്മുടെ ഗോപിയുടെ ഓഫീസിലെ സ്റ്റാഫായ ലതയുടെ ഹസ്ബൻഡാണെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നീട് ലതയുടെയും ഗോപിയുടെയും പഴയ കഥകളാണ് കാണിക്കുന്നത്. ലതയും ഗോപിയും പണ്ട് ഇഷ്ടത്തിലായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തിലായത് അവിടെ ചെല്ലപ്പൻ എന്നൊരാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അയാൾ ഇത് മുടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പിറന്നാൾ ദിവസം നമ്മുടെ ലതയുടെ അച്ഛൻ മരിക്കുകയാണ്. അപ്പം ഈ കഥയെല്ലാം ലത ഗോപിയോട് പറയുകയാണ് ഉണ്ടായത്, അച്ഛൻ മരിച്ച കാര്യങ്ങളും എല്ലാം. വീണ്ടും നമ്മുടെ ലതയുടെ ഭർത്താവും നമ്മുടെ ഗോപിയുടെ പെങ്ങളും കൂടെ ഒരു കടൽത്തീരത്തിരിക്കുന്ന കാണിക്കുന്നു. അങ്ങനെ വീണ്ടും ലതയും ഗോപിയും തമ്മിൽ വർത്തമാനം പറയുന്നു. എന്താണ് ലതയ്ക്ക് പറ്റിയത്, ലതയുടെ കല്യാണം കഴിഞ്ഞ് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്നു. ലത കല്യാണം കഴിഞ്ഞ് റൂമിലെത്തി. പക്ഷെ ഗോപിയുടെ പഴയ കഥകളൊക്കെ ആരൊക്കെയോ ജയദേവനോട് പറയുന്നു. അങ്ങനെ അവന് അവളോട് ദേഷ്യമാവുന്നു. പിന്നീട് നമ്മളൊരു പാട്ടാണ് കാണിക്കുന്നത്. ആ പാട്ട് സീനിൽ നമ്മുടെ മമ്മൂട്ടിയുടെ കഥാപാത്രവും അതേപോലെ ഒരു പെണ്ണിൻ്റെ കഥാപാത്രവും കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ ഗോപിയെ കണ്ട് ഞെട്ടുന്നതായിട്ടാണ് കാണുന്നത്. എന്താണെന്ന് നമുക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവുകയില്ല. പിന്നെ നമ്മുടെ കടൽത്തീരത്ത് വെച്ച് ലത ജയദേവനെയും സുധേനെയും കാണുന്നുണ്ട്. പക്ഷെ അവിടെ തൻ്റെ അയൽവക്കക്കാരിയാണെന്നാണ് പരിചയപ്പെടുത്തുന്നത്. പിന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങാൻ വേണ്ടി പൈസ ഇല്ലാണ്ട് നമ്മുടെ രമയും ജയദേവനും നിൽക്കുമ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ ഗോപിയുടെ കഥാപാത്രം കടന്നു വരുന്നു. മകളെ സ്നേഹിക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, പോവാനെല്ലാം ആക്കുന്നത്. എന്നാൽ പിറ്റേ ദിവസം രമ ആ പൈസ തിരികെ കൊണ്ടുവന്ന് ഗോപിക്ക് കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് സുധ ഗോപിയോട് വന്ന് കാര്യം തിരക്കുന്നുണ്ട്. അപ്പോഴാണ് ഗോപിയുടെ കഥ പറയുന്നത്. അവൾ തൻ്റെ ഭാര്യയായിരുന്നുവെന്നും അവൾക്ക് ജയദേവൻ പണ്ട് നല്ലൊരു പാട്ടുകാരനായിരുന്നുവെന്നും ജയദേവൻ്റെ പാട്ടുകളെല്ലാം അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നെന്നും അങ്ങനെ ജയദേവൻ തൻ്റെ സുഹൃത്തായി വീട്ടിലേക്ക് വരവുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരവുകളെല്ലാം കൂടിക്കൂടി വന്നു. താൻ അത്രയധികം തൻ്റെ കൂട്ടുകാരനെ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഗോപിക്ക് എവിടെയോ യാത്ര പോകാൻ വേണ്ടിയിട്ട് ജയദേവനും രമയും കൂടെ യാത്രയാക്കാൻ വേണ്ടി കൊണ്ടാക്കുന്നു. എന്നാൽ കൊണ്ടാക്കി തിരികെ എത്തിയ ശേഷം ഇവർ ഗോപിയെ പറ്റിക്കുകയാണ്. അതിനിടയിൽ വാതിലിൽ ആരോ മുട്ടുന്നത് കേട്ട് രമ വന്ന് വാതിൽ തുറക്കുമ്പോൾ ഗോപിയായിരുന്നു. ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് ഗോപി തിരികെ വീട്ടിലേക്ക് വന്നതാണ്. വീട്ടിൽ വന്നപ്പോൾ കണ്ട കാഴ്ച അയാളെ വളരെയധികം ഞെട്ടിച്ചു. അങ്ങനെ അവിടെ നിന്ന് അവരെ രണ്ടുപേരെയും ഗോപി ഇറക്കി വിടുകയാണ് ചെയ്തത്. അങ്ങനെ ഈ കഥ സുധയോട് പറയുകയാണ്. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ സുധയുടെ കെട്ടിയവനും ലതയും കൂടെ റൂം എടുക്കുകയാണ്. അങ്ങനെ അവിടെയെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ലത ഫോൺ വിളിക്കുന്നത് ജയദേവന് വളരെ അസ്വസ്ഥതയായി. സുധ ഗർഭിണിയാണെന്നാണ് ഫോണിലൂടെ പറയുന്നത്. പക്ഷേ ജയദേവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ സുധയും ലതയും തമ്മിൽ കണ്ടുമുട്ടാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് സുധ തൻ്റെ കാര്യങ്ങളെല്ലാം ലതയോട് പറയുകയും ലത ഇതെല്ലാം കേട്ട് മനസ്സ് വേദനിക്കുകയും ചെയ്യുന്നു. തിരികെ വീട്ടിലേക്ക് നടന്ന ലത ജയദേവനോട് ഇതിനെപ്പറ്റി ചോദിക്കുകയും അവർ തമ്മിൽ വാക്കുതർക്കമാവുകയും ചെയ്തു. എന്നാൽ അയാൾ പകരം വീട്ടിയതാണെന്നാണ് പറയുന്നത്. ഈ സമയം ലത ഛർദ്ദിക്കുകയും അങ്ങനെ എന്താണ് സംഭവിച്ചതെന്നും എന്താണ് കാര്യമെന്നും ഗോപി തിരിച്ചറിയുകയും അങ്ങനെ ജയദേവനെ തെറ്റി ജയദേവൻ്റെ വീട്ടിലെത്തി കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ അത് ജയദേവൻ അംഗീകരിക്കുന്നുമില്ല. പിന്നീട് അവിടെ ഒരു സംഘർഷമാണ് ഉണ്ടാകുന്നത്. ഇതിനിടയിലേക്ക് നമ്മുടെ സുധ കടന്നു വരുവാണ്. അപ്പോഴാണ് നമ്മുടെ ഗോപിക്ക് മനസ്സിലാവുന്നത് സുധയുടെ ഭർത്താവാണ് ജയദേവനെന്നും ഇങ്ങനെയാണ് പ്രശ്നങ്ങളെന്നും അങ്ങനെയെല്ലാം മനസ്സിലാക്കുകയാണ്. ഇതെല്ലാം കേട്ട് ജയദേവൻ സുധയോട് പറയുകയാണ്, ഞാൻ പകരം വീട്ടിയതാണ്. അന്ന് ചെല്ലപ്പൻ തന്നോട് എല്ലാ കഥകളും പറഞ്ഞായിരുന്നു അങ്ങനെയാണെന്നെല്ലാം. ഇത് കേട്ട് സുധയ്ക്ക് ഭയങ്കര ഇതാവുന്നു. സുധ മരിക്കാൻ തീരുമാനിക്കുന്നു. അതിനിടയിലാണ് ഗോപി വിളിക്കുന്നത് നാട്ടിലേക്ക് പോവുകയാണെന്നും അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട്. സുധയും പറയുന്നു ഞാൻ പോവുകയാണ് എന്നെല്ലാം. പക്ഷേ സുധ പോകുന്ന നാട്ടിലേക്കായിരുന്നില്ല, സുധ മറിച്ച് മരണത്തിലേക്കായിരുന്നു. അങ്ങനെ ഈ സിനിമ കഴിയുകയാണ്.